अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। बिस्मिल्लाहिर रहमानिर റഹീം. മരുഭൂമിയിലെ മഹാവസന്തൻ അബൂബക്കർ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. അബൂബക്കർ ഖലീഫ അബൂബക്കർ കാര്യങ്ങൾ നേരത്തെ കണ്ടു. സക്കാത്ത് നിഷേധികളായിട്ടുള്ള ആളുകൾ, ഭ്രഷ്ടനായിട്ടുള്ള കപട വിശ്വാസികൾ, ഇവരൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നവരെല്ലാവരും ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ കറ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. കറുത്ത പാട്, മദീനയ്ക്കെതിരെയുള്ള ചിന്തകൾ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ പോലും അത് പുറത്തു കാണിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം എന്താണ്? ദേവദൂതര് നബി തിരുമേനി ഈ ലോകത്തിലുണ്ടായിരുന്നു, ശരീരത്തോടു കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം പോയ സമയത്ത് ഇനി എന്തുമാകാം എന്ന് ഈ നിഷേധികളായിട്ടുള്ള ആളുകൾ കരുതും. അവര് ഇങ്ങോട്ട് സമ്മർദ്ദം ചെലുത്തും, ആക്രമണം ഉണ്ടാകും, യുദ്ധമുണ്ടാകും എന്ന് ഖലീഫ അബൂബക്കർ മുൻകൂട്ടി കണ്ടു. മാത്രമല്ല, ഒബാമയുടെ നേതൃത്വത്തിൽ എല്ലാവരും യുദ്ധത്തിന് പോയിരിക്കുകയാണ്, പുറത്ത് യുദ്ധത്തിന് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ശക്തി കുറഞ്ഞിരിക്കുകയാണെന്ന് കരുതിയിട്ട് താമസിയാതെ ആക്രമണം ഉണ്ടാകും. ആയതുകൊണ്ട് തന്നെ അലി, സുബൈർ, അതുപോലെ ത്വൽഹ, അബ്ദുള്ള ഹെംനു, മൗസൂദ്, മസൂദ് അവരൊക്കെ മദീനയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രവേശന കവാടങ്ങളിൽ കാവൽ നിർത്തുകയുണ്ടായി. ബാക്കിയുള്ളൊരു പള്ളിയിൽ, മദീന പള്ളിയുടെ ഭാഗത്ത് നിൽക്കാനും അവിടെ പറഞ്ഞു. അബൂബക്കറിന് തെറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ആദ്യം താമസിയാതെ തന്നെ സക്കാത്ത് നിഷേധികൾ മദീനെ ആക്രമിക്കാൻ തയ്യാറെടുത്ത് വരികയായിരുന്നു. ഭയപ്പെടുത്തുക, മദീന നിവാസികളെ യുദ്ധ തീരുമാനത്തിൽ നിന്ന് ഒഴിവാക്കുക. യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ആകെ തവിടുപൊടിയാകും, നിങ്ങളെ ഭസ്മമാകുന്നവരെ ബോധിപ്പിക്കുക. അതുവഴി ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ അബൂബക്കറിനുണ്ട്. അതായത് സക്കാത്ത് നിഷേധിക്കുന്ന കാര്യത്തിൽ അബൂബക്കറിൻ്റെ ഒരു അനുവാദം വാങ്ങുക, അല്ലെങ്കിൽ സക്കാത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കുക. അതിനു വേണ്ടിയിട്ട് അവർ ഒരുങ്ങി പുറപ്പെട്ടത്. പക്ഷേ മദീനയുടെ അതിർത്തികളിൽ അവിടെ ഉണ്ടായിരുന്ന ഗോത്രങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, അവിടെ ഉണ്ടായ കൊച്ചു കൊച്ചു നാടുകളിൽ താമസിക്കുന്ന ആൾക്കാർ, അവര് ശത്രു വരുന്നുണ്ടെന്നുള്ള കാര്യം നേരത്തെ തന്നെ അലി, സുബൈർ, ത്വൽഹ മുതലായിട്ടുള്ള ആളുകളെ അബൂബക്കറിനെ അറിയിച്ചു. ഖലീഫയ്ക്ക് അങ്ങനെ അബൂബക്കറിന് വിവരം കിട്ടി. പിന്നെ ഒട്ടും താമസിച്ചില്ല. ഓരോരോ സ്ഥാനങ്ങളിൽ നിൽക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകളോട് പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം പള്ളിയിൽ താവളം അടിച്ചു കൂട്ടിയിരുന്ന ആളുകളുണ്ടായിരുന്നു. ആ ഭടന്മാരെയും കൂട്ടിയിട്ട് അബൂബക്കർ നേരിട്ട് ശത്രുവിന്റെ സങ്കേതത്തിലേക്ക് തിരിച്ചു. ശത്രുവിനെ നേരിടാൻ മുന്നിട്ട് നിന്നത് അബൂബക്കറായിരുന്നു. ഒരു ഏറ്റുമുട്ടൽ കൂടാതെ ഇവരുടെ ഈ വരവ് കാണുന്ന സമയത്ത് അവിടെയുള്ള സൈന്യം പുറത്തേക്ക് പോയിരിക്കുകയാണല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ സക്കാത്ത് നിഷേധികളായിട്ട് നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ഏറ്റുമുട്ടൽ കൂടാതെ കാര്യങ്ങൾ നടത്തും. അവർ ഭയപ്പെടും, അവർ കീഴ്വഴങ്ങും, സക്കാത്ത് നിഷേധത്തിന്റെ കാര്യത്തിൽ ഒരു പുതിയ തീരുമാനം ഉണ്ടാകും. അങ്ങനെ മദീന നിവാസികൾ അഥവാ ഖലീഫ അബൂബക്കർ അടക്കമുള്ള ആളുകൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്നാണ് സക്കാത്ത് നിഷേധികൾ ഇവരെ ആക്രമിക്കാൻ ഇങ്ങോട്ട് വന്ന ആൾക്കാർ ധരിച്ചു വെച്ചിരുന്നത്. ആയതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ പടച്ചട്ടിയും കാര്യങ്ങളും അണിഞ്ഞ് മാളും പിടിച്ച് കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും വരുന്നവർ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാത്ത വരവ് കണ്ട് മുന്നേറ്റം കണ്ട സമയത്ത് പിന്നെ അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് മനസ്സിലായി. സക്കാത്ത് നിഷേധിക്കാതെ ജീവിതം ഉറപ്പിക്കുക. ഇനി ജീവിതം ഉണ്ടല്ലോ, സക്കാത്ത് കൊടുത്താലും വേണ്ടില്ല, ജീവിതം പോകാതിരിക്കട്ടെ. അവര് ആ നിമിഷത്തിൽ അവർക്ക് മനസ്സിലായി. അവരെന്ത് ചെയ്തു?
അതിശക്തമായിട്ട് പിന്തിരിഞ്ഞോടി. അവരുടെ ഖലീഫയുടെ സൈന്യത്തെ കണ്ട സമയത്ത് അവരവരെല്ലാ ശക്തി ഉപയോഗിച്ചു. ഖലീഫയ്ക്ക് നേരെയല്ല, പിന്തിരിഞ്ഞോടുന്ന കാര്യത്തിൽ. ദിൽഗിസാവ് വരെ മുസ്ലിങ്ങൾ അവരെ പിന്നാലെ പാഞ്ഞു. ഈ ശത്രുവിന്റെ അടുത്ത കൂട്ടം ആൾക്കാര് രണ്ടാം നില അവിടെ ദിൽഗിസായില് അവിടെ ഉണ്ടായിരുന്നു, താവളം വെച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ സ്വന്തം ആൾക്കാരെ പരാജയപ്പെട്ട് തിരിച്ചു വരുന്ന കണ്ടിട്ട് അവരെ പിന്നാലെ ഓടിച്ചു വരുന്ന മുസ്ലിം പടയാളികളെ കണ്ടിട്ട് ഈ രണ്ടാം നിലയിൽ ഉറപ്പിച്ചിരുന്ന ആൾക്കാർ യുദ്ധസന്നദ്ധരായിട്ട് അവർ നില ഉറപ്പിച്ചോടെ. അതുകൊണ്ട് യുദ്ധമുണ്ടായി. രാത്രിയിലാണ് യുദ്ധം നടന്നത്. ആയതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്നറിയില്ലോ. അത് ഫലം കൃത്യമായിട്ട് ഉറപ്പിക്കാൻ രണ്ടുപേർക്ക് അത് കഴിഞ്ഞില്ല. ശത്രു പ്രയോഗിച്ച ഒരു ഉപായം, ഒരു സൂത്രപ്പണി, തൽക്കാലത്തേക്കുള്ള സൂത്രപ്പണി. അങ്ങനെയാണെങ്കിൽ അവർക്ക് വിജയം വരിക്കാൻ സഹായം ചെയ്തു കൊടുത്തു വാസ്തവത്തിൽ. അതായത് ശത്രുക്കള് കൂടെ കൊണ്ടുവന്നിരുന്ന തോൽപാത്രങ്ങൾ, ആ തോൽപാത്രങ്ങൾ കാറ്റ് നിറച്ചിട്ട് അതിൻ്റെ വായ കെട്ടിയിട്ട് മുസ്ലിങ്ങൾ കയറിയ ഒട്ടകങ്ങൾക്ക് ഭീതി ജനിപ്പിക്കുമാർ, അവർക്ക് പേടിയുണ്ടാക്കുമാർ അവയിൽ തട്ടി അങ്ങനെ വലിയ രീതിയിൽ ഒച്ചയുണ്ടാക്കി വരും. ഈ യുദ്ധമുറ അഭ്യസിച്ചിട്ടില്ലാത്ത ഒട്ടകങ്ങളാണ്. യുദ്ധമുറ അവർക്ക് അറിയില്ല. അങ്ങനെയുള്ള ഒട്ടകങ്ങളായതുകൊണ്ട് ആ സ്വരം കേട്ടവരെ പേടിച്ചു. അവരെ പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങി. മദീന വരെ ഓടിയിട്ട് അവരവിടെ നിന്നുള്ളൂ. മദീനക്കാര് തോറ്റു തുന്നം പാടി. എന്തായാലും അവരുടെ ഭാഗത്തുനിന്നൊരു പ്രത്യാക്രമണം പ്രതീക്ഷിക്കാൻ വകയില്ല. തങ്ങളുമായിട്ട് തങ്ങൾക്ക് മുമ്പിൽ കീഴ്വഴങ്ങാൻ അവര് നിർബന്ധിതരായി. ശത്രുക്കൾ ഇങ്ങനെ മനപ്പായസം കുടിക്കാൻ തുടങ്ങി. അബ്സ്, ദുബിയാൻ ഗോത്രങ്ങളാണ് ശത്രുവിന്റെ മുൻനിരയിലുണ്ടായിരുന്നത്. അവിടെ നടന്ന സംഭവങ്ങളെ അത്രയും അവര് ദുൽഖിസയിൽ താവളം അടിച്ചു കൂടിയിരുന്ന സ്വന്തം ആളുകളെ അറിയിച്ചു. അബൂബക്കറിന് അങ്ങനെയൊന്നും വിട്ടാൻ പറ്റില്ല. രാജിയാവാൻ, സക്കാത്തിന്റെ കാര്യത്തില് രാജിയാകാൻ, കീഴ്വഴങ്ങാൻ അയാളെ നിർബന്ധിച്ച് അടങ്ങും എന്നുള്ള അവർ തീരുമാനിച്ചു. അങ്ങനെ ദുൽഖിസയിലുള്ളവർ കൂടെ വന്നെത്തിയതിനു ശേഷം മദീനയിലേക്കുള്ള ഒരു രണ്ടാമത്തെ ആക്രമണം നടത്താൻ എന്നവര് തീരുമാനിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ സമയത്തിന് മദീനയിൽ എന്താ നടന്നത്? അബൂബക്കറും മുസ്ലിം ഭടന്മാരും അന്ന് രാത്രി അവര് തിരിച്ചു ഓടി വരേണ്ടി വന്നു. പക്ഷെ അവര് ഉറങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരു പോള കണ്ണടച്ചില്ല. അവരോട് നിതാന്ത ജാഗ്രതയോട് കൂടിയിട്ട് അവിടെ നിലയുറപ്പിച്ചു. സമയം അർദ്ധരാത്രി, കൂരിരുട്ട്. ശത്രുക്കള് ഒക്കെ ഇങ്ങനെ അവർക്ക് കിട്ടിയ വിജയത്തില് ഉന്മത്തരായിട്ട് അവരെങ്ങനെ സുഖമായിട്ട് അവിടെ സുഷുപ്തിയിൽ ആണ്ടുപോയി അവിടെ കിടക്കണവര്. ആ തക്കം നോക്കിയിട്ട് വീണ്ടും മുസ്ലിം ഭടന്മാര് ശത്രുവിന്റെ മേലെ മിന്നലാക്രമണം നടത്തി. അവർക്ക് വലുതായിട്ടുള്ള നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. ഓർക്കാപ്പുറത്ത് ഈ അടി കിട്ടിയോട് കൂടിയിട്ട് അവരുടെ ശക്തി ക്ഷയിച്ചു, അവരുടെ ചിറകൊട്ടിഞ്ഞു. അവര് പിന്തിരിഞ്ഞോടി. സക്കാത്ത് നിഷേധികളും ആ കൂട്ടം ആൾക്കാർ അവർ പിന്തിരിഞ്ഞോടി. മുസ്ലിം സൈന്യം വിട്ടില്ല. അവര് പിന്നാലെ വെച്ച് പിടിച്ചു. അത് ശത്രു സൈന്യത്തെ പിന്തുടർന്ന് ദിൽഖിസയിലെത്തി. അവിടെ പാളയം അടിച്ചു.
ശത്രു അപ്പോഴും ഓടുക തന്നെയാണ്, തിരിച്ചോടുക തന്നെയാണ്. എന്നാൽ 40 ദിവസം ദിൽക്കിസയിൽ അവർ കഴിച്ചുകൂട്ടി. അനന്തരം നുംന ഇബ്നു നുഅമാനുബ്നു ബഷീറിനെയും സഹായത്തിനൊരു സംഘം ഭടന്മാരെ അവിടെ നിർത്തിയതിന് ശേഷം അബൂബക്കർ മദീനയിലേക്ക് തിരിച്ചു പോന്നു. സക്കാത്ത് നിഷേധികളുടെ ധിക്കാരത്തിനുള്ള മറുപടി ഇങ്ങനെയാണ് അബൂബക്കർ കൊടുത്തത്. അൽഹംദുലില്ലാഹ്.